ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാഗിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മാഗിയിൽ എന്താ ഇത്ര വീഡിയോ ഉണ്ടാക്കാൻ എന്നല്ലേ? നമ്മളിന്ന് മാഗി ഉണ്ടാക്കാൻ പോകുന്നത് ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത രീതിയിലാണ്. നമ്മൾ പാലൊഴിച്ചിട്ടാണ് മാഗി ഉണ്ടാക്കാൻ പോകുന്നത്. അയ്യേന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു തവണ ഇത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്നുള്ളത്. അപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഉണ്ടാക്കാൻ പോകുന്നത് മാഗി ആയതുകൊണ്ട് തന്നെ അധികം കഥകളൊന്നും പറയാനില്ല. കാരണം മാഗി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഡിഫറൻസ് മാത്രമേ പറയാനുള്ളൂ. ഞാനിവിടെ വെജിറ്റബിൾസ് എടുത്തേക്കുന്നത് ക്യാരറ്റും മട്ടറും ബീൻസും ആണ്. മാഗി എന്ന് പറയുന്ന ഒരു വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നു അത്രയും നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ അപ്പം ബീൻസിനെയും ക്യാരറ്റിനും ഒക്കെ നല്ല മൊഞ്ചായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാഗിയുടെ ഫാമിലി പാക്കിലുള്ള 3 ക്യൂബ്സ് വെച്ചിട്ടാണ് ഞാനിന്ന് മാഗി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള വെജിറ്റബിൾസും ഇൻഗ്രീഡിയൻസും ഒക്കെ റെഡിയാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ജീരകം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും മട്ടറും ബീൻസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പും ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾസ് ഒരു ഹാഫ് കുക്ക് ആയി കഴിഞ്ഞാൽ ഞാനിവിടെ മാഗി മസാലയുടെ 3 പൗച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാഗിയുടെ കൂടെ ഇരുന്ന വെജിറ്റബിൾസ് ഒരുപാട് കുക്കായി അങ്ങ് കളറൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഹാഫ് കുക്കിഡിൻ്റെ കുറച്ച് മേലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ വെച്ചപ്പോൾ തന്നെ ഞാൻ ഇപ്പുറത്ത് മാഗി ഉണ്ടാക്കാൻ ആവശ്യമുള്ള വെള്ളം ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചിലർ വെജിറ്റബിൾസിലോട്ട് പച്ചവെള്ളവും ചേർത്ത് കൊടുക്കുക. പക്ഷേ എന്നോട് അമ്മ പറഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സാധനം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചൂടായിട്ടിരിക്കുന്ന സമയത്ത് അതിലോട്ട് പച്ചവെള്ളം ചേർക്കരുതെന്നാണ്. അതുകൊണ്ട് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടാണ് ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചേർക്കാം. അങ്ങനെ ബോയിൽ ചെയ്ത വെള്ളം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ബോയിൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. നന്നായിട്ട് ബോയിലായപ്പോൾ ഞാൻ 3 ക്യൂബ്സ് ഓഫ് മാഗിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതായത് നമ്മുടെ മാഗി ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടും. എന്നാൽ വെള്ളം മുഴുവനായിട്ടും വറ്റരുത്. അടിയിലൊരു ഇച്ചിരി വെള്ളം ഇരിക്കുന്ന രീതി ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു 2 സ്ലൈസ് അമൂലിൻ്റെ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1-1.5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചീസ് നന്നായിട്ട് മെൽട്ടായിട്ട് ഇത് അതുപോലെ നമുക്ക് മാഗിയുടെ പുറത്ത് കാണാൻ പറ്റും. ചീസ് ഫുള്ളായി മെൽട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല, ഒരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ആക്കണം. ഇനിയാണ് നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ പാല് ചേർക്കാൻ പോകുന്നത്. ഈ ഒരു 3 ക്യൂബും നൂഡിൽസിന് നമുക്കിങ്ങനെ ഒരു ചെറിയ കപ്പ് പാല് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചീസി ക്രീമി മാഗി റെഡിയാണ്. ഞാൻ ചുമ്മാ പറയണതല്ല, അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ എനിക്ക് മല്ലിയിലേൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മുകളിൽ മല്ലിയില ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് സംഭവം പൊളിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരേ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് സെക്ഷനിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ വെറൈറ്റി റെസിപ്പീസുമായിട്ട് നിങ്ങളെ കാണുന്നത് വരേക്കും ദിസ് ഈസ് സുബി സൈനിങ് ഓഫ് ഫ്രം ബൈറ്റ്സ്. ബൈ ബൈ.